ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയിൽ സേതുമാധവനും സച്ചിയും നന്ദനും അവന്തികയും അർച്ചനയും എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. സേതുവിന് അവരോടൊരു കാര്യം പറയാനുണ്ട്. അതിനായിട്ട് എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. ഗാർഡനിൽ വെച്ചാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ചോറൂണിൻ്റെ കാര്യം അവർ തീരുമാനിച്ചു. അതാണോ ഇനി എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. സന്ദീപും അവിടേക്ക് വന്നു. ധനുഷിൻ്റെയും സ്നേഹയുടെയും കാര്യം സംസാരിക്കാനാണ് എന്ന് സേതു പറയുമ്പോൾ അവർക്കിപ്പോൾ എന്താ പ്രശ്നമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. മോനെ സ്നേഹ നിങ്ങളുടെ കൂടപ്പുറപ്പാണ്. ഇന്നലെ വരെ അവൾ ഈ വീടിനകത്താണ് താമസിച്ചിരുന്നത്. ഇന്ന് അവളൊരു അനാഥയെ പോലെ ഔട്ട് ഹൗസിൽ താമസിക്കുകയാണ്. ഇത് കേട്ട് അവന്തിക പറയുന്നു, അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്ന്. അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അർച്ചന ചോദിച്ചു. ഇവിടെ ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമ്പോൾ അവരെ ഒഴിവാക്കരുത്. അവരും കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കണം. അവരെയും കൂടി ക്ഷണിക്കണമെന്നാണ് സേതു അവരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും മക്കളെ? എൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് ഇത് കൂട്ടിയാൽ മതി എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ അത് വേണോ അച്ഛാ എന്ന് സച്ചി. ഇവിടെ അവന് ക്ഷണിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഇവിടെയെങ്കിലും അവരെ താമസിപ്പിച്ചത്. ഇനി ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ നന്ദൻ അച്ഛനോട് പറയുന്നുണ്ട്. ഇന്നലെ വരെ അവൻ ആരായിരുന്നാലും ഇന്ന് അവൻ സ്നേഹയുടെ ഭർത്താവാണ്. വിളിക്കുമ്പോൾ രണ്ടുപേരെയും കൂടി വിളിക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നു, അല്ല നമ്മളോട് അവൻ മര്യാദയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. തിരിച്ച് നമ്മൾ എന്തിനാ മര്യാദ കാണിക്കുന്നത്? നന്ദേട്ടൻ പറഞ്ഞതിനോടാ എനിക്കും യോജിപ്പെന്ന് സന്ദീപ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? വയ്യാത്ത അച്ഛനോട് നിങ്ങളെല്ലാം സ്നേഹം കാണിക്കും, പക്ഷേ അച്ഛൻ്റെ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കത്തുമില്ല എന്നൊക്കെ അർച്ചനയും പറയുന്നുണ്ട്. അവരെ ചടങ്ങിന് ക്ഷണിക്കണമെന്നാണോ താനും പറയുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അവരെ വിളിക്കുക തന്നെ വേണമെന്ന് അർച്ചന പറയുമ്പോൾ തനിക്കോ തൻ്റെ ആഗ്രഹവും അത് തന്നെയാണോ എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമില്ല, അച്ഛൻ സന്തോഷമായിട്ടിരിക്കണം, ഞാൻ അതേ വിചാരിച്ചുള്ളൂ എന്ന് അർച്ചന പറഞ്ഞു. അച്ഛൻ്റെ സന്തോഷത്തിന് ഇപ്പോൾ എന്താ ഒരു കുറവെന്ന് നന്ദൻ പറയുമ്പോൾ നിങ്ങൾ മൂന്നാണുങ്ങളുടെയും ഈ സ്വഭാവമാണെന്ന് അർച്ചന പറയുന്നു. സച്ചിയോട് പറയുന്നുണ്ട് അർച്ചന, എന്തൊക്കെയാലും സ്നേഹ നിങ്ങളുടെ സഹോദരിയാണ്. ഈ വീടിനകത്ത് ഒരു ചടങ്ങ് നടക്കുമ്പോൾ തൊട്ടരികിൽ അവൾ ഉണ്ടായിട്ടും അവളെ വിളിക്കാതിരുന്നാൽ അത് അവളോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് പറയുന്നു. ഞങ്ങൾ വിളിക്കില്ലെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ഛന് വേണ്ടി ഞാൻ പോയി വിളിക്കാം, ഞാനും കൂടി വരാം. അല്ല ഞാനും കൂടി വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് അവന്തിക. നിങ്ങൾ രണ്ട് മരുമക്കളും കൂടി തന്നെയാണ് അവരെ പോയി വിളിക്കേണ്ടത് എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു, എന്നാ പിന്നെ അത് വൈകിപ്പിക്കേണ്ട, ഇപ്പോൾ തന്നെ പോയി വിളിക്കാം. എല്ലാവരും എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതേസമയം ധനുഷിനെയും സ്നേഹയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഫോണിൽ നോക്കിയിരിക്കുന്നു. അവിടേക്ക് ഡോർ തുറന്ന അർച്ചനയും അവന്തികയും വന്നു. എന്താ രണ്ടുപേരും കൂടി എന്നും എന്താ ഉദ്ദേശമെന്നും ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഏട്ടന്മാരെ നിങ്ങളെ പറഞ്ഞയച്ചതാണോ എന്നും സ്നേഹ ചോദിക്കുന്നു. എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാ, അവർ പറയാനുള്ളത് പറയട്ടെ എന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നാളെ കുട്ടികളുടെ ചോറൂണാണെന്ന്. കുട്ടികളുള്ളവർക്ക് ചോറൂടും നടത്താം, അതിൻ്റെ കൂടെ ദത്തെടുത്ത് വളർത്തവർക്കും നടത്താം, അത് നിങ്ങളുടെ കാര്യം എന്നെ സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു, നിങ്ങളും ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമെന്ന്. ഓഹോ അച്ഛൻ്റെ ആഗ്രഹമാണല്ലേ, അപ്പോൾ ഏട്ടന്മാർക്കോ അവർ സമ്മതിച്ചോ എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നു, അവരെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടെന്ന്. എനിക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല, വിളിച്ച് കയറ്റിയിട്ട് വീണ്ടും അപമാനിച്ച് വിടാനാണെങ്കിലോ എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നു, നിന്റെ ഏട്ടന്മാർക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അത് ഞാൻ കണ്ടതാണല്ലോ, അതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ ചങ്കിനകത്തൊരു പെടച്ചിലായിട്ട് നിൽപ്പുണ്ട് എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നു, അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാലോ, നീ നെല്ലിശ്ശേരിയിൽ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛൻ തന്നെയാണ്. ആ അച്ഛനാണ് ഇപ്പോൾ ഈ ചടങ്ങിലേക്ക് നിന്നെ വിളിക്കാൻ ഞങ്ങളെ പറഞ്ഞയച്ചത്. ധനുഷ് പറയുന്നു, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, എനിക്ക് ആരോടും തർക്കമോ പിണക്കമോ ഒന്നുമില്ല. എൻ്റെ കാര്യത്തിൽ നിന്ന് ഫാൾട്ട് ഉണ്ടായിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. ഇനി നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ അവിടേക്ക് വരത്തില്ല. ചടങ്ങിന് സ്നേഹ വരും. അവൻ്റെ അഭിനയം കണ്ടില്ലേ, എന്തൊരു പാവം. ചെങ്കിൽ കത്തി കുത്തി ഇറക്കുന്നതിന് മുമ്പുള്ള അവൻ്റെ അഭിനയമാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ എന്ന് അവന്തിക വിചാരിക്കുന്നു. നടക്കില്ല, ധനുഷിനെയും കൂട്ടി ആ വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ദിവസം മാത്രം ഞാൻ അവിടേക്ക് വരും. ഇനി അതല്ല അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ വിളിക്കട്ടെ എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ഛൻ നിന്റെ മുന്നിൽ തോറ്റു തരണമെന്നാണോ എന്ന്? ഇതിൽ തോൽവിയുടെയും ജയത്തിൻ്റെയും പ്രശ്നമില്ല. നിങ്ങൾ വന്ന് വിളിച്ചിട്ട് ചടങ്ങിന് ഞങ്ങൾ വന്നു എന്നിരിക്കട്ടെ. ആ സമയത്ത് ഏട്ടന്മാരെല്ലാവരും കൂടി വീണ്ടും ധനുഷിനെ അപമാനിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഒരിക്കൽ കൂടി അത് സഹിക്കാനേ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ വിളിച്ചാൽ ഞങ്ങൾ വരാം എന്നെ സ്നേഹ പറയുന്നു. അല്ലെങ്കിലും നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുമ്പോൾ അർച്ചന വീണ്ടും പറയുന്നുണ്ട്, സ്നേഹേ
നിന്റെ പിടിവാശി ഒട്ടും നല്ലതിനല്ലെന്ന്. ഇത് പിടിവാശിയല്ല, ഇനിയും എൻ്റെ ഭർത്താവിനെ അപമാനിക്കില്ല എന്നൊരു ഉറപ്പ് എനിക്ക് അച്ഛൻ തന്നേ പറ്റൂ എന്ന് സ്നേഹ. അതെ, നിന്റെ ഭാഗത്താണ് ന്യായം. ഞങ്ങൾ ഈ കാര്യം അച്ഛനോട് പറയാം എന്ന് അവന്തിക. അങ്ങനെ അവന്തിക അവിടെ നിന്ന് പോകുന്നു. അർച്ചന പറയുന്നുണ്ട്, നിന്റെ ഏട്ടന്മാർ ചെയ്തതിനോട് എനിക്കും യോജിപ്പില്ല. നന്നാവാനുള്ള അവസരം എല്ലാവർക്കും ഉള്ളതാണ്. അത് കണ്ടു പെരുമാറിയാൽ എല്ലാവർക്കും കൊള്ളാം. ഇനി അച്ഛൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടത്. അത്രയും പറഞ്ഞ് അർച്ചനയും അവിടെ നിന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം ധനുഷ് സ്നേഹയോട് പറയുന്നുണ്ട്, താൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന്. ഒട്ടുമില്ല, കുറഞ്ഞു പോയോന്നാ എൻ്റെ സംശയം എന്ന് സ്നേഹയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപും സംസാരിക്കുകയാണ്. സന്ദീപ് പറയുന്നുണ്ട് ആതിരയോട്, അതിൻ്റെ ഒരു ആവശ്യമില്ല, പുകഞ്ഞ പൊള്ളി പുറത്ത്, അങ്ങനെ കരുതിയാൽ മതി എന്നൊക്കെ. ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാ? അച്ഛൻ്റെ മനസ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ ആതിര പറഞ്ഞു. അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങളതിന് സമ്മതിക്കില്ലെന്ന് സന്ദീപ് പറയുന്നുണ്ട്. നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിയും അച്ഛൻ്റെ മകളല്ലേ എന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, അതുകൊണ്ട് അവൾക്ക് തോന്നിയതുപോലെ ചെയ്യാമെന്നാണോ എന്ന്. സന്ദീപ് ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹ നിങ്ങളുടെ പെങ്ങളാണ്. പക്ഷേ അവൾ വേറൊരു വ്യക്തിയാണ്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി. അവളുടെ സ്വാതന്ത്ര്യവും ഇഷ്ടവുമെല്ലാം അവളുടേത് മാത്രമാണെന്ന് പറയുന്നു. ഈ വീട്ടിനകത്ത് വന്നു കയറി ഞങ്ങൾ എല്ലാവരെയും ചതിച്ചവനാണ് ധനുഷ് എന്ന് സന്ദീപ്. അത് സത്യമാണ്. സ്നേഹ ധനുഷിനെ കല്യാണം കഴിച്ചതും നമുക്ക് ആർക്കും ഇഷ്ടമായില്ല, അത് സത്യമാണ്. നിങ്ങൾ എല്ലാവരും ഇത്രയും എതിർത്തിട്ടും അച്ഛൻ നിർബന്ധിച്ച് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ, അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ എന്ന് സന്ദീപ്. അതെന്തിനാണെന്നറിയോ? സ്നേഹം വീതിച്ചു നൽകുമ്പോൾ ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഒരുപടി മുന്നിലാണ് സ്നേഹ, അത് മറക്കരുത്. ശരി, അവളും അച്ഛൻ്റെ മകൾ തന്നെയാണ്, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഔട്ട് ഹൗസിൽ അവരെ താമസിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ വീട്ടിനകത്തേക്ക് അവരെ കയറ്റില്ലെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അച്ഛൻ നിർബന്ധിക്കുന്നത് എന്ന്. നിങ്ങൾ മക്കൾ തമ്മിൽ തല്ലി പിരിയരുത് എന്ന് അച്ഛന് നിർബന്ധമുള്ളത് കൊണ്ട്. ധനുഷിനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സ്നേഹ നിങ്ങളുടെ സഹോദരിയല്ലേ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മാത്രമല്ല, ചേച്ചിയുടെയും സച്ചിയേട്ടൻ്റെയും ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് കൊടുക്കുമ്പോൾ ആരുടെയും മനസ്സ് വേദനിക്കാൻ പാടില്ല. അച്ഛൻ്റെ ആഗ്രഹം പോലെ നടക്കണം. എന്തായാലും അച്ഛൻ ചേച്ചി പോയി വിളിച്ചു, അവർ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇനി നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് എൻ്റെ അപേക്ഷയാണ് എന്നൊക്കെ ആതിര സന്ദീപിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ആതിര അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ തന്നെ സേതുമാധവൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് മാഷും കമലയും ഇറങ്ങുന്നു. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടേക്ക് വന്നു. സേതുവും അവരെ ക്ഷണിക്കുന്നു. നാളത്തെ ചടങ്ങിന് ഇന്ന് രാത്രി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു, ഈ വരവ് കണ്ടിട്ട് ചടങ്ങിന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെന്തോ ആവശ്യത്തിന് വന്നതാണ് എന്നൊക്കെ അർച്ചന പറയുന്നു. അത് അർച്ചന പറഞ്ഞതാ ശരി, ചടങ്ങിന് ഞങ്ങൾ നാളെ രാവിലെ എത്തിക്കോളാം. ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാണെന്ന് മാഷി പറയുമ്പോൾ സേതു പറയുന്നു, ഈ രാത്രിയിൽ എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യമെന്ന്. കമല, നീ അതിങ്ങ് എടുത്തേ എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കുന്നു. ഇത് അവന്തിക കാണുന്നുണ്ടായിരുന്നോ മറഞ്ഞു നിന്ന്? കമല അതെടുത്ത് കൊടുക്കുന്നു. ഇത് മൂകാംബികയിൽ പൂജിച്ച 2 സ്വർണ്ണ ലോക്കറ്റുകളാണ്. ഇത് കുഞ്ഞുങ്ങളുടെ കഴുത്തിലിട്ടാൽ അവർക്ക് ആരുടെയും കണ്ണ് തട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടവും വരില്ല എന്നൊക്കെ മാഷ്. ഓ അത് ശരി, അവറ്റകൾക്ക് 2 പേർക്കും അപകടം സംഭവിക്കാതിരിക്കാനുള്ള രക്ഷയാണ് അല്ലേ? എത്ര രക്ഷ കെട്ടിയാലും ഏത് ലോക്കറ്റ് ഇട്ടുകൊണ്ട് നടന്നാലും അവർക്ക് വരാനുള്ള അപകടം തടയാൻ ആർക്കും കഴിയില്ല. അത് ഞാൻ തന്നെ വിചാരിക്കണം. ഒരു സ്വർണ്ണ ലോക്കറ്റും കൊണ്ട് വന്നിരിക്കുന്നു, ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് അവന്തികയും മനസ്സിൽ വിചാരിക്കുന്നു. തുടർന്ന് സേതു ഇപ്പോൾ അവരോട് പറയുന്നു, ഇത് ഈ രാത്രിയിൽ കൊണ്ടുവരേണ്ട വലിയ കാര്യമുണ്ടായിരുന്നോ? നാളെ രാവിലെ വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്ന് പറയുമ്പോൾ കമല പറയുന്നു, അത് മതിയെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു സേതു ഏട്ടാ, പറഞ്ഞാൽ കേൾക്കണ്ടേ? മാല 2 കൈ കിട്ടിയതോടെ ഇങ്ങോട്ട് വരാൻ ഒരു വെപ്രാളമായിരുന്നു മാഷിന്. അല്ല, അതിനൊരു കാര്യമുണ്ട്. ഇതിനിടയിൽ ഒരു അബദ്ധം സംഭവിച്ചു. ഈ 2 ലോക്കറ്റ് പൂജിച്ച് വാങ്ങുന്നതിനിടയിൽ ഞാൻ ആവണിമോളുടെ കാര്യം മറന്നുപോയി. ഇത് കണ്ടപ്പോൾ അവൾക്ക് ഇതിലൊരു ആഗ്രഹം അവൾക്ക് വേണമെന്ന്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൂജിച്ച് വാങ്ങിച്ചതല്ലേ, വേറൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കണ്ടേ? അവൾ ആകെ കരച്ചിലും ബഹളവുമായി എന്ന് വാശി പറയുമ്പോൾ കമല പറയുന്നു, അവള് ഈ ലോക്കറ്റും കൈപ്പിടിച്ച് ഒറ്റ നിപ്പായിരുന്നു. ഒരു വിധത്തിലാണ് ഇത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തത്. ഷോ, അത് വല്ലാത്ത കഷ്ടമായി, അവൾക്കും കൂടി ഒരെണ്ണം വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് അർച്ചനയും പറയുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷെ അത് മറന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് വേറൊരെണ്ണം വാങ്ങാനുള്ള ഏർപ്പാട് അപ്പോൾ ചെയ്തിട്ടുണ്ട്, അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഇത് അവളുടെ വീട്ടിലിരുന്നാൽ അവൾക്ക് സങ്കടം തോന്നും, അതുകൊണ്ടാണ് രാത്രി തന്നെ ഇതും കൊണ്ട് വന്നതെന്ന് മാഷി പറയുന്നു. മോളൊരു കാര്യം ചെയ്ത് വാങ്ങിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന സേതു അർച്ചനയോട് പറയുന്നുണ്ട്.
നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പോകില്ലല്ലോ, ഞാനിത് കൊണ്ടുവച്ച് ആഹാരം എടുത്തു വയ്ക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ അർച്ചന പറയുന്നു. അതിനുള്ള സമയമില്ല, അനുപമേരെയും ഞങ്ങൾ വന്നിട്ടല്ലേ ചെന്നിട്ടല്ലേ കഴിക്കൂ എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണെന്ന് കമല. നീ വിഷമിക്കേണ്ട, ഞങ്ങൾ രാവിലെ എത്തിക്കോളാമെന്ന് സേതുവും മാഷും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നു. കണ്ടോ മോളെ, നിന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നതിൻ്റെ അവരുടെ ഒരു സന്തോഷം, ഈ സന്തോഷമാണ് എനിക്ക് എന്ന് സേതുവും പറയുന്നു. ഞാനിത് പൂജാമുറിയിൽ കൊണ്ട് വെക്കാമെന്ന് അർച്ചന പറയുകയും പൂജാമുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. നീ ഇത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നൊക്കെ അവന്തികയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ധനുഷും സ്നേഹയും സംസാരിക്കുകയാണ് മുറിയിലിരുന്ന്. അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത്. നിന്റെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തോടെ വേണം എനിക്ക് നെല്ലിശ്ശേരിയിലേക്ക് വരാൻ. എന്തായാലും കുറച്ച് അയവൊക്കെ വന്നിട്ടുണ്ട്, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നും ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു, അതേ സ്നേഹം കൊണ്ട് വേണം നമുക്ക് അവരെ തിരിച്ചു കീഴടക്കാൻ. എൻ്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള ഓരോരുത്തരെക്കുറിച്ചും എൻ്റെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ലെന്നും എന്തായാലും ആദ്യമായി നെല്ലിശ്ശേരിയിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ ആ വീടിൻ്റെ പടി കയറുമല്ലേ, ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നും ധനുഷ് പറയുന്നു. ഞാനത് ധനുഷിനോട് പറയാനിരിക്കുമായിരുന്നു എന്ന് സ്നേഹ. എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് സ്നേഹിക്കറിയാമോ? എല്ലാവരോടും കൂടി നല്ല സ്നേഹത്തോടെ പെരുമാറണം, നമുക്ക് സ്നേഹത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ. ആരുടെയും സഹായമില്ലാതെ നിന്നെ എനിക്ക് നന്നായിട്ട് നോക്കാൻ കഴിയണമെന്ന എൻ്റെ പ്രാർത്ഥന. ഈ സമയം ധനുഷിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. അവിടെ വെച്ച് സംസാരിച്ചിട്ട് കേൾക്കുന്നില്ല എന്നതുപോലെ അഭിനയിക്കുകയാണ് ധനുഷ്. എന്നിട്ട് പുറത്തേക്ക് പോകുന്നു. പക്ഷേ വിളിക്കുന്നത് അവന്തികയാണ്. അങ്ങനെ നെല്ലിശ്ശേരി വീട് നിന്റെ മുന്നിൽ കെട്ടി ഉയർത്തിയ ആ വൻമതിൽ പൊളിഞ്ഞു. നാളെ നീ നെല്ലിശ്ശേരിയുടെ പടി കയറാൻ പോകുന്നു അല്ലേ എന്നൊക്കെ അവന്തിക. സേതു സാർ ചോറൂണ് ചടങ്ങിന് നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റുന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു, നാളെ നടക്കാൻ പോകുന്നത് കുട്ടികളുടെ ചോറൂണ് മാത്രമല്ല, നെല്ലിശ്ശേരി വീട്ടിലേക്ക് നിന്റെ പടിയേറ്റു കൂടിയാണ്. അതങ്ങനെ വെറുതെ അങ്ങ് നടന്നാൽ മതിയോ? ഒരു ഗ്രാം ബോംബ് പൊട്ടിച്ചുകൊണ്ട് വേണം അവിടേക്ക് കയറാൻ. ധനുഷ് പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല, ആദ്യം ആ വീട്ടിലേക്കൊന്ന് കയറി പറ്റട്ടെ, എന്നിട്ട് ചിന്തിക്കാം എന്ത് വേണമെന്ന്. നീ ഒന്നും ചിന്തിക്കേണ്ട, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉഗ്രൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന്തിക. കുട്ടികളുടെ ചോറൂണ് നടക്കുന്ന സന്തോഷത്തിലെല്ലാവരും സ്വയം മറന്ന് നിൽക്കുമ്പോൾ അവിടെ മറ്റൊരു ദുരന്തം സംഭവിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മരിക്കുന്നു. അവന്തിക, നീ ആവശ്യമില്ലാത്തത് ചെയ്യരുത് എന്ന് ധനുഷ് പറയുന്നുണ്ട്. ഇത് നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തതുപോലെ അല്ല, നീ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യരുത് എന്ന് വീണ്ടും ധനുഷ് പറയുന്നു. നീ എന്നെ വില കുറച്ച് കാണരുത് അവന്തിക, എന്തെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അതിൻ്റെ മാക്സിമം ആയിരിക്കും. നാളെ നിന്റെ നെല്ലിശ്ശേരിയിലേക്കുള്ള പടി കയറ്റവും ആ കുഞ്ഞുങ്ങളുടെ അന്ത്യവും രണ്ടും നടന്നിരിക്കുമെന്ന് അവന്തിക. അത്രയും പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്യുകയാണ് അവന്തിക. വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവന്തിക. എന്നാൽ ഇത് കേട്ട് ധനുഷ് വല്ലാത്ത ടെൻഷനിലാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.